നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ജലമഹോത്സവത്തെക്കുറിച്ചാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, രാത്രി ഒരു പുഴയിലൂടെ ഒഴുകിവരുന്ന ഒരു കൂറ്റൻ ക്ഷേത്രം. ഈ അത്ഭുത കാഴ്ചയ്ക്ക് പറയുന്ന പേരാണ് വടയാർ ആറ്റുവേല. ഇത് കോട്ടയം ജില്ലയിലെ മൂവാറ്റുപുഴ ആറ്റിലാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഉത്സവം? അതിനു പിന്നിൽ രണ്ട് സഹോദരിമാരുടെ ഒരു കഥയുണ്ട്. കൊടുങ്ങല്ലൂരമ്മ തന്റെ സഹോദരിയായ വടയാർ ഇളങ്കാവിലമ്മയെ കാണാൻ പുഴയിലൂടെ വരുന്നു. അതാണ് വിശ്വാസം. ദേവിയുടെ ഈ യാത്ര അതുതന്നെയാണ് എല്ലാ വർഷവും ഒരു ഗംഭീര ജലഘോഷയാത്രയായി ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിലെ പ്രധാന താരം ആറ്റുവേലച്ചാട് എന്നു പറയുന്ന ഒരു ഭീമൻ നിർമ്മിതിയാണ്. രണ്ടു വലിയ വള്ളങ്ങൾ ചേർത്തുകെട്ടി അതിനു മുകളിൽ തേക്കിൽ പണിത 3 നില ക്ഷേത്രമാതൃകയാണിത്. ഈ വലിയ ചാടിനകമ്പടിയായി തൂക്കച്ചാടുകൾ എന്നറിയപ്പെടുന്ന അലങ്കരിച്ച വള്ളങ്ങളും ഉണ്ടാകും. ഈ തൂക്കച്ചാടുകളിലാണ് ഗരുഡൻ വേഷധാരികളുടെ തകർപ്പൻ നൃത്തം. അതൊരു ഗംഭീര കാഴ്ചയാണ്. ആ സമയത്ത് പുഴയുടെ ഇരുകരകളിലും ആയിരക്കണക്കിന് ആളുകൾ നിരദീപങ്ങളുമായി കാത്തുനിൽക്കുന്നുണ്ടാവും. അപ്പോ മറ്റു ജലോത്സവങ്ങളിൽ നിന്ന് വടയാർ ആറ്റുവേല എങ്ങനെയാ വ്യത്യസ്തമാകുന്നത്? ഇവിടെ മത്സരത്തിനല്ല, ഐതിഹ്യത്തിനും ആചാരങ്ങൾക്കുമാണ് പ്രാധാന്യം. ആചാരങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ ദക്ഷിണേന്ത്യയിലെ സമാനതകളില്ലാത്ത ഉത്സവമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കാഴ്ച എന്നതിലുപരി ഒരു നാടിന്റെ പൈതൃകവും കൂട്ടായ്മയും ഒന്നിച്ചു ചേരുന്ന ഒരാഘോഷമാണ്. ജാതിമതഭേദമന്യേ ആളുകൾ ഒരുമിക്കുമ്പോൾ ഇത് വടയാറിന്റെ സ്വന്തം ഉത്സവമായി മാറുകയാണ്. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICM കമ്പ്യൂട്ടേഴ്സ് തലയോലപ്പറമ്പ്.